നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഏവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് മഴ മുന്നറിയിപ്പാണ്. ഇന്നും ചില ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. വിശദമായി തന്നെ നോക്കാം. അതിനു മുന്നേ വരുന്ന 3 മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം ജില്ലയിലുള്ളവർ ജാഗ്രതയോടെ ആയിരിക്കുക. വരുന്ന മണിക്കൂറുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. പലയിടങ്ങളിലും രാവിലെ മുതൽ തന്നെ മഴയുടെ ഒരു അന്തരീക്ഷമാണ് നിലവിൽ തിരുവനന്തപുരത്ത് ഉള്ളത്. ഇനി മറ്റു ജില്ലകളുടെ കാര്യം നോക്കാം. ഇന്നലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ അലേർട്ടായിരുന്നു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകളിൽ മാത്രമാണ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാത്രമല്ല, ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 14-ാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ആയിരിക്കുക. ഇടിമിന്നൽ അപകടകാരികളാണ്, നമുക്കറിയാം. അപ്പോൾ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ കെട്ടിടങ്ങളിലെ വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണം. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിന് സാധ്യതയുള്ള സാഹചര്യത്തിൽ ജനലും വാതിലും അടച്ചിടണം. വാതിലും ജനലിനും അടുത്ത് നിൽക്കരുത്. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയോ പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുത ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. എന്തായാലും ഇടിമിന്നലോടുകൂടിയുള്ള മഴ മുന്നറിയിപ്പാണ് ചില ജില്ലകളൊക്കെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മുൻകരുതലൊക്കെ സ്വീകരിച്ച് വളരെ സുരക്ഷിതരായിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.